നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ ഒസാസുനയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 ആ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിനുള്ള സ്ക്വാഡിൽ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളായിട്ടുള്ള റൊണാൾഡോ അറൗഹോയും റാഫിഞ്ഞയും ഉണ്ടാകില്ല എന്ന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ലോങ് ഫ്ലൈറ്റ് കഴിഞ്ഞ് അവർ എത്തിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കളിപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു. എന്നാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ വാക്കുകൾക്ക് ഘടകവിരുദ്ധമായിട്ട് ഇപ്പോൾ സ്ക്വാഡിൽ റൊണാൾഡോ അറൗഹോയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം റാഫിഞ്ഞ പുറത്ത് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? അത് നമുക്ക് ഇപ്പോൾ ബാഴ്സ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിലേക്കൊന്ന് പോകാം. സ്ക്വാഡിലുള്ളത് കുബാർസി, ബാൽഡെ, റൊണാൾഡോ അറൗഹോ, ഇനിഗോ മാർട്ടിനസ്, ഗാവി, ഫെറാൻ, പെഡ്രി, ലെവൻഡോസ്കി, അൻസു ഫാറ്റി, ഇനാക്കി പെന, പാബ്ലോ ടോറെ, ഫെർമിൻ, പാവ് വിക്ടർ, ലാമിൻ യമാൽ, ഒൽമോ, ഫ്രങ്കി ഡിയോങ്, കൂണ്ടെ, എറിക്, ഷെസ്നി, കൊച്ചൻ, ഫോർട്ട്, ജെറാർഡ് മാർട്ടിൻ, അലക്സിസ് ഓൽമേഡോ. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. അപ്പോൾ എങ്ങനെ റൊണാൾഡോ അറൗഹോയെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, റൊണാൾഡോ അറൗഹോ ഫ്ലിക്കിനോട് അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് കളിക്കണം, ഞാൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ഉറുഗ്വായിയുടെ രണ്ടാമത്തെ മത്സരം, ബൊളീവിയക്കെതിരെയുള്ള മത്സരം റൊണാൾഡോ അറൗഹോ കളിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഗുഡ് ഷേപ്പിലാണ് എന്ന് അങ്ങോട്ട് കയറി കോച്ചിനോട് പറഞ്ഞിരിക്കുന്നത്. ഫബ്രീസോ റൊമാനോയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫബ്രീസോ പറഞ്ഞത് റൊണാൾഡോ അറൗഹോ ഹൻസി ഫ്ലിക്കിനോട് സംസാരിച്ച് തൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ്. തനിക്ക് ഈ കളി കളിക്കണം, നീണ്ട ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞെങ്കിലും റെസ്റ്റിൻ്റെ ആവശ്യമില്ല, ടീമിനെ സഹായിക്കാൻ താൻ തയ്യാറാണ് എന്ന് അങ്ങോട്ട് പറയുകയായിരുന്നു എന്ന്. ഏതായാലും അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ കളി അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബൊളീവിയക്കെതിരെ കളിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഓക്കെയാണ്. പക്ഷേ റാഫിഞ്ഞയുടെ കാര്യത്തിൽ അതല്ല കാര്യം. റാഫിഞ്ഞ 2 മത്സരങ്ങൾ കളിച്ചു. ബ്രസീലിൻ്റെ കൊളംബിയക്കെതിരെയുള്ള മത്സരവും കളിച്ചു, അതുപോലെ അർജൻറ്റീനയ്ക്കെതിരെയുള്ള കളിയും കളിച്ചു. അപ്പോൾ ഈ 2 കളികളും കഴിഞ്ഞിട്ടാണ് റാഫിഞ്ഞ മടങ്ങിയെത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ കളിയുടെ ഫാറ്റിഗും ഉണ്ട്, ഇത്ര ലോങ് ഫ്ലൈറ്റിൻ്റെ ഫാറ്റിഗും ഉണ്ട്. അതുകൊണ്ടാണ് റാഫിഞ്ഞ ഇപ്പോൾ പുറത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.